വർഗീയ കാലുഷ്യങ്ങളുടെ ചരിത്രമുള്ള മീററ്റിലേക്ക് കലാപം വ്യാപിക്കുന്നത് തടയാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലാ ഭരണകൂടം. ഉത്തർപ്രദേശ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുന്നയിച്ച ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് അയച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെയും UP മുഖ്യമന്ത്രിയുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വർഗീയ സംഘർഷങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ ചെറുക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് സുശീൽ കുമാർ ഷിൻഡെ മുന്നറിയിപ്പ് നൽകി. ഓഗസ്റ്റ് 27-നാണ് മുസഫർനഗർ ജില്ലയിലെ കവാൽ പ്രദേശത്ത് സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയതിനെ ചോദ്യം ചെയ്ത സഹോദരനെ 2 യുവാക്കൾ കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനു തിരിച്ചടിയെന്നോണമാണ് പിന്നീടുള്ള സംഘർഷങ്ങൾ ഉടലെടുത്തത്. അടുത്ത കാലത്ത് BSP വിട്ട് BJPയിൽ ചേർന്ന കർഷക നേതാവായ രാകേഷ് ടിക്കായത്ത് കഴിഞ്ഞ ദിവസം ബഹു ബേട്ടി ബച്ചാവോ എന്ന പേരിൽ ഒരു മഹാപഞ്ചായത്ത് വിളിച്ചു ചേർത്തിരുന്നു. BJP MLA ഹുക്കും സിംഗ് ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. യോഗം കഴിഞ്ഞ് മടങ്ങുന്നവരാണ് പുതിയ സംഘർഷങ്ങൾക്ക് തുടക്കം കുറിച്ചതെന്ന് ഉത്തർപ്രദേശ് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി അഹസം ഖാൻ കുറ്റപ്പെടുത്തി. മുസഫർനഗർ ജില്ലയിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലയിലുടനീളം പ്രഖ്യാപിച്ച കർഫ്യൂ ഒരാഴ്ചത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. നേരത്തെയുള്ള 38 കമ്പനി സുരക്ഷാ സൈനികർക്ക് പുറമെ മീററ്റിൽ നിന്നുള്ള 800 സൈനികർ കൂടി എത്തിയതോടെ പ്രദേശത്ത് സൈന്യം ഫ്ളാഗ് മാർച്ച് നടത്തിയിരുന്നു. നഗരത്തിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെങ്കിലും സംഘർഷം കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് പടരുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ. മീഡിയ 1 ന്യൂഡൽഹി.